ഹായ്. ഏകദേശം കൃത്യം 9 മണിക്ക് തന്നെ നമ്മൾ ക്ഷേത്രത്തിലെത്തി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെയായിരുന്നു കിങ്ങിണിയും അച്ഛനും വിളിച്ചിരുന്നത്. അവരും ഏകദേശം ആ സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. പിന്നെ കുറേ നാളിന് ശേഷമാണ് കിങ്ങിണി വാവേനെ കാണുന്നത്. അവൾക്ക് ആക്സിഡൻറ്റ് പറ്റി കുറേ നാൾ ബെഡ് റെസ്റ്റൊക്കെ ആയതുകൊണ്ട് പിന്നീട് നമ്മൾ വാവേനെ ഫ്രഷ് ആക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതും വരുന്ന വഴിക്ക് ചെയ്യാമെന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടായിരുന്നു. കുളത്തിൽ നിന്ന് തന്നെ വാവനെ ഫ്രഷാക്കി നമ്മൾ അകത്തേക്ക് കടന്നതും അവിടെ പൂജയുടെ സമയമായിരുന്നു. അപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വാവയ്ക്ക് ചോറൂണ് നടക്കുകയുള്ളൂ. വാവേനെ പോലെ തന്നെ വേറെ ഒരുപാട് വാവകൾ ഇന്ന് അവിടെ ചോറുണ്ടായിട്ടുണ്ടായിരുന്നു. വന്ന് മിക്ക വാവകളും സ്വരവാവയുടെ ഫാൻസ് വാവകളായിരുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമായി. പിന്നെ ഇന്ന് അച്ഛനാണ് വാവയ്ക്ക് ചോറ് കൊടുത്തത്. അച്ഛൻ്റെ മടിയിൽ നിന്ന് വാവ നല്ല സുന്ദരിയായിട്ടിരുന്ന് ചോറുണ്ടെന്ന് കണ്ട. കാരണം ഇത്രയും സമയമൊക്കെ ആയല്ലേ, വാവയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വെളിയിലെത്തി എല്ലാവർക്കും ചോറ് കൊടുക്കാനുള്ള അവസരം വെളിയിലായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. പിന്നെ അതിനുശേഷം പൂജ കഴിഞ്ഞു, അമ്പലത്തിലേക്ക് കടന്നു, ഞങ്ങൾ തൊഴുതു, സനാമ തൊഴുതു. അതിനുശേഷം പ്രദക്ഷിണം വെച്ചു വെളിയിലേക്ക് ഇറങ്ങി. പിന്നീട് നമുക്ക് വെട്ടിക്കോട്ടേക്ക് പോകാനുണ്ടല്ലോ. ഏകദേശം 11 മണി സമയമാണ് നമ്മൾ വെട്ടിക്കോട്ടേക്ക് ചെല്ലാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് നമ്മൾ വെട്ടിക്കോട്ട് എത്തിയത്. വെട്ടിക്കോട് എത്തിയ സമയം അവിടെയും പൂജയുടെ സമയമായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് തുലാഭാരത്തിലേക്ക് ഉള്ള സമയം തരുള്ളൂ. അപ്പോൾ തുലാഭാരത്തിന് വേണ്ടുന്ന പഴം നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. പിന്നെ സനാമയ്ക്ക് പ്രത്യേകം ക്ഷേത്രത്തിലേക്ക് തൊഴുവാനുള്ള ഒരു പരിഗണന ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും തൊഴുതിന് ശേഷം പൂജ കഴിയുന്ന സമയം വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അടിപൊളിയായിട്ട് തന്നെ വാവ തുലാഭാരത്തട്ടിലേക്ക് കടന്ന് നല്ല സുന്ദരി കിട്ടിയായിട്ട് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ട് തുലാഭാരത്തട്ടിലിരിക്കുന്നത്. സന്തോഷമായി, വാവയ്ക്ക് ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി. നിങ്ങളും ഹാപ്പി ആയില്ലേ? അങ്ങനെ അവിടുന്ന് തുലാഭാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു പാട്ടൊക്കെ പാടി, പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിച്ചു. പിന്നെ അതിനുശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനത്തിന് പങ്കെടുത്തു. കഞ്ഞിയായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു. നമ്മൾ പതിയെ വീണ്ടും അച്ഛൻ്റെ വീട്ടിലേക്കാണ് ഇനി അടുത്ത യാത്ര. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും വന്ന് ഇവിടെയാണ് കിങ്ങിണി ആക്സിഡൻ്റ് ആയ സ്ഥലം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കയറുന്ന വഴിയിലായിരുന്നു കിങ്ങിണിക്ക് അന്ന് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ വഴിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള മനോഹരമായ പുഞ്ചപ്പാടങ്ങളും വയലോരങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്വരമാളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഹാപ്പി ലൈഫ്.